ഹായ് ഓൾ, എൻ്റെ പേര് അതുല്യ. ഞാൻ ട്രിവാൻഡ്രം ഗവൺമെൻറ് പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് സ്കൂളിലാണ് HA കോഴ്സ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞൊരു PSC കോച്ചിങ് സെൻറ്റർ നോക്കിയപ്പോൾ 2-3 ഓപ്ഷൻസ് മുന്നിൽ വന്നായിരുന്നു. അതിൽ സെനറ്റ് അക്കാഡമി ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം, പല കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരേ സമയം കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള സമയത്ത് സെനറ്റ് അക്കാഡമി HAക്ക് മാത്രം അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് പോയതുകൊണ്ടാണ് ഞാൻ സെനറ്റ് അക്കാഡമി ചൂസ് ചെയ്തത്. പിന്നെ അഷ്റഫ് സാറിൻ്റെ ഒരു മെൻറ്റർഷിപ്പും ഒരു എക്സ്പീരിയൻസും ഒക്കെ കിട്ടുന്നത് കാരണം സാർ ഓൾറെഡി ഈ ഫീൽഡിൽ നിന്നിരുന്ന ആളാണ്. അപ്പോൾ സാറിൻ്റെ മെൻറ്റർഷിപ്പൊക്കെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് സെനറ്റ് അക്കാഡമി ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ ആദ്യം ഓൺലൈനായിട്ടും പിന്നെ ഓഫ്ലൈനായിട്ടും ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതിൽ രണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്, രണ്ടും ഒന്നിനൊന്നും മികച്ച ക്ലാസ്സുകളാണ് രണ്ടിടത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ഡിഫറൻസ് ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ്. അങ്ങനെ തന്നെ അതിൽ നമ്മൾ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് ഒരു 95% ഡോക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അവർ നമുക്ക് നമ്മളുടെ എത്ര ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും അവർ നമുക്കത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ അവർ നമുക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഓൾറെഡി ഈ കോഴ്സും പഠിച്ച് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മളെല്ലാവരും ഈ സിലബസിൽ കൂടെ ഒന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സ് അല്ല ഫാക്കൽറ്റീസ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അത്രയും ബേസിക് ആയിട്ട് അത്രയും താഴെത്തട്ടിൽ നിന്നാണ് അവർ ഓരോ ലെസണും നമുക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട്, അതായത് ഒന്നും അറിയാത്തവർക്കും ഈ ഒരു കോച്ചിങ് സെൻറ്ററിലൂടെ പഠിച്ച് തന്നെ ആ PSC ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ടെസ്റ്റ് പേപ്പർ, ഡെയിലി ടെസ്റ്റ് പേപ്പർ, വീക്ക്ലി ടെസ്റ്റ് പേപ്പർ, മന്ത്ലി ടെസ്റ്റ് പേപ്പർ, എക്സാമിന് അടുത്താറാവുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ്, അത് ടൈം വെച്ചിട്ട്, പിന്നെ OMR ഷീറ്റിൽ ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം എഫക്റ്റീവാണ്, എല്ലാം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും അവർ പഠിപ്പിക്കുമ്പോൾ അവർ പഠിച്ച സമയത്ത് യൂസ് ചെയ്ത കോഡുകൾ, ടെക്നിക്സ്, ഓർത്തിരിക്കാൻ ചെയ്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരും. എനിക്ക് ഓർമ്മ വരുന്ന ഡോക്ടർ അല്ലമീൻ സാറിൻ്റെ സ്റ്റിക്കി നോട്ട്സ് ചെയ്ത് വെക്കണം സാറ് പറഞ്ഞു തന്നത്. അത് ഞാൻ വേറൊരു ക്ലാസ്സിലും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞതിന് ശേഷം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഏത് കളറിലെ സ്റ്റിക്കി നോട്ട് ഏത് സ്കെച്ച് പെൻ കൊണ്ട് എഴുതി ഏത് ഭാഗത്താണ് ഞാനത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് വരെ എനിക്ക് മെമ്മറിയിൽ വന്നു. എനിക്ക് പരീക്ഷയിൽ എഴുതാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ അടുത്തടുത്ത് പറയേണ്ടത്, സെനറ്റ് അക്കാഡമിയുടെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഡോക്ടർ അഷ്റഫ് സാറിൻ്റെ മകൻ ഡോക്ടർ ഫസിൻ സാർ. അപ്പോൾ സാറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ ഓൺലൈൻ ആയിരുന്ന സമയത്ത് നമുക്ക് ചില വീഡിയോ ഓപ്പൺ ആവില്ല, ചില ലിങ്ക് ഓപ്പൺ ആവില്ല, ചില സമയത്ത് ആപ്പിൽ കയറാൻ മറ്റേ ലിങ്കിൽ കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വന്നപ്പോൾ സാറിനോട് നമ്മളത് ആ സമയം മെസ്സേജ് ഇട്ട ആ ഒരു സമയത്ത് നമ്മൾ മാത്രമായിരിക്കില്ല, പല കുട്ടികളും ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരിലേക്കും സാറ് തിരിച്ച് റിപ്ലൈ കൊടുക്കാനും സാറ് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് മിനിറ്റ്സിനുള്ളിൽ നമ്മളെ തിരിച്ച് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യിക്കാനും ഒക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും സാറ് ചെയ്യും. അതിപ്പോൾ ഏത് സമയത്ത്, എക്സാമിൻ്റെ സമയത്താണെങ്കിലും ടെസ്റ്റ് പേപ്പറിൻ്റെ സമയത്ത്, എല്ലാത്തിനും സാറിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത്, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആലപ്പുഴയിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഹെൽത്ത് സർവീസിൻ്റെ എക്സാമിന്. അത് നമ്മുടെ സെനറ്റ് അക്കാഡമിയുടെ റാങ്ക് ഫയലും പിന്നെ ഈ ടെസ്റ്റ് പേപ്പറുകളും എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് എനിക്കത് കൈവരിക്കാൻ പറ്റിയത്. അടുത്തത്, അവിടുന്ന് ഞാൻ ഗവൺമെൻറ്, അതായത് RHTC ചെട്ടിക്കാട് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് JHA ആയിട്ട് കയറിയത്. അവിടെ കയറുന്നതിന് മുൻപേ തന്നെ ഞാൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിനെ അപ്ലൈ ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തത് 2025 ജനുവരി 1. അങ്ങനെ നമ്മുടെ ഏപ്രിലിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എക്സാം വന്നു, എഴുതിയതിന് ശേഷം അപ്പോഴും ഒക്കെ ഞാൻ റാങ്ക് ഫയൽ തന്നെയാണ് യൂസ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഫസീൻ സാറിനെ കോൺടാക്ട് ചെയ്തു. സാറ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ പല ജില്ലകളിലും നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഓപ്പൺ ആക്കി തന്നു. അതിലൂടെയൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് എനിക്കും ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഒരു 100 ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സുകളും ഇവർ നമ്മളിലേക്ക് എത്തിക്കുന്നത്, ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അതിൻ്റെ 100% നമ്മളും അത് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ PSC ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നെ സംബന്ധിച്ച് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സെനറ്റ് അക്കാഡമിയെ പറയത്തുള്ളൂ. അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന എല്ലാ ആസ്പിറൻസിനും ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.